ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളുണ്ടല്ലോ, ഇന്നലെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയാണ് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, ഇന്നലെ തോന്നുന്നുണ്ട്, അമ്മയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ ചെമ്മനാട് ജമായത്ത് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ, +2 +1 എങ്ങാനും പഠിക്കുന്ന രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. റീസൺ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. എന്തോ വഴക്ക് പറഞ്ഞു, അങ്ങനെ എന്തോ ആണ്. അതേ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് വേറൊരു ന്യൂസും കൂടി വന്നത്. ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ, ഫോൺ കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ എങ്ങനെ ഒരു 17 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് തീരെ എന്താ പറയുക, ഒരു സാധനം സർവൈവ് ചെയ്യാൻ അറിയില്ല അല്ലേ. പിന്നെ അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യത്തിനോട് എങ്ങനെ, ഒരു സാഹചര്യമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടണമെന്നോ, അവിടെ എങ്ങനെ പെരുമാറണമെന്നോ, അവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരായിട്ടാണ് ഒരുപാട് കുട്ടികൾ വളരുന്നത്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പാരൻസ് തന്നെയാണ്. നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യം തന്നെ എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കുന്ന സമയത്തെ, നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ തീരെ ഇല്ലാത്ത സമയത്തായിരിക്കും നിങ്ങൾ പറയുന്നത് ഫോൺ വാങ്ങിത്തരാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ കാറ് വാങ്ങിത്തരാൻ പറ്റില്ല എന്നോ, ബൈക്ക് വാങ്ങിത്തരാൻ പറ്റില്ല എന്നോ പറയുന്നത്. ഓക്കെ, അത്രയും കാലം ഈ 17 വർഷവും നിങ്ങൾ ഈ തൊട്ടതും വെച്ചതൊക്കെ കടം വാങ്ങിയിട്ടും കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും മാല വിറ്റിട്ടും ഒക്കെ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പരിധിയിൽ നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സാഹചര്യം, അതിലും താഴെ കുട്ടികളെ വളർത്തണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. ശരിയായിരിക്കാം, ഇന്നിപ്പം ഒരു ഐഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കാനുള്ള ആവത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും, ചോദിക്കുമ്പോൾ തന്നെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്രസ്റ്റ് മീ, പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ചൊക്കെ പാരൻസ് ശ്രദ്ധിക്കുക, കുറച്ചധികം തന്നെ പാരൻസ് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഏതൊരു കുട്ടി യൂട്യൂബ് നോക്കിയിട്ടെങ്ങാനാണ് ആത്മഹത്യ ചെയ്തത്, അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ ഒരു വാർത്ത ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വയം വായൊക്കെ പ്ലാസ്റ്റർ വെച്ച് മൂടി, കാലും പ്ലാസ്റ്റർ വെച്ച് കെട്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താ ഇതില്ലേ? എത്ര ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്? അത് വെൽ പ്ലാൻഡ് ആയിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുക, എന്തായിരിക്കും ഇതിനൊക്കെ പിന്നിലുള്ള റീസൺ അല്ലേ? 10-17 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇതിനും മാത്രം പ്രശ്നങ്ങളോ? അല്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരല്ലേ, ശരിയാണ്. എന്താ പറയാ, ലൈക്ക് കുട്ടികളെ ദയവ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ കയറിപ്പോയി കെട്ടി തൂങ്ങി ആടരുത്. അല്ലെങ്കിൽ അപ്പം തന്നെ പോയി തുള്ളലല്ല. മറ്റേ പണ്ടൊക്കെ ഏതൊക്കെയുണ്ട്, വെയിറ്റ് ചെയ്താൽ വലിയ മലമറിയും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിരുന്നാൽ പോലും ആരോ ഒരു ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ പാരൻസ് ഒന്ന് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, ആ ഒരു സാധനം വാങ്ങി തന്നിട്ടില്ല, ഇന്ന് വാങ്ങി തന്നിട്ടില്ല എന്നേ ഉള്ളൂ, അത് നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങി തരും. ആ ഒരു പ്രതീക്ഷയല്ലേ ജീവിതം. ആ ഒരു പ്രതീക്ഷയും വേണ്ടി മുന്നോട്ട് പോകുക. അപ്പം ഞാനൊക്കെ അങ്ങനെയല്ലേ? അതെ, ഞാനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആങ്സൈറ്റീൻ്റെയും ഡിപ്രഷൻ്റെയും ഒക്കെ പില്ലെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്നിട്ട് പോലും ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ? മരവാഴിയാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കണം, മനസ്സിലായില്ലേ? അപ്പം ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓക്കെ, ലൈഫ് ഭയങ്കര പ്രീഷ്യസ് ആണ്. ഓക്കെ, നമ്മുടെ ലൈഫിലുള്ള ഓരോ മൊമെന്റ്സ് ഭയങ്കര പ്രീഷ്യസ് ആണ്. എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് നോക്കണ്ട, നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായി സെറ്റായിട്ടില്ല, ഞാൻ ചോദിക്കുന്നത് നോക്കണ്ട. അത് ഞാനൊരു അഷ്യൂർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റില്ല എന്നുള്ളത് എനിക്കും അറിയാം. എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇന്ന് സങ്കടം ഉണ്ടെന്ന് വിചാരിച്ചോ, നാളെയും സങ്കടം തന്നെ ആയിരിക്കും ഒന്നുമില്ല. ഉണ്ടാവും, ഒരു 10-15 ദിവസമൊക്കെ സങ്കടപ്പെട്ടോ, പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് വരുമെങ്കിലോ? അങ്ങനെയൊക്കെ ചിന്തിക്കണം. നിങ്ങൾ ഈ 10-17 വയസ്സ് വരെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിട്ട് വളർത്തിയിട്ട് ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ പോയി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കില്ല, ഇനി മരിക്കാൻ പോകുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര വേസ്റ്റാണത്. നിങ്ങൾക്ക് ആ ഒറ്റ നിമിഷത്തിൻ്റെ തോന്നലിൽ നിങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ ആ 10-17-18 വർഷം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങളെ പാരൻസോ, അത് നിങ്ങൾ ദയവേത് ചിന്തിക്കണം കുട്ടികളേട്ടാ. ഇങ്ങനെ പോയി അങ്ങ് ആത്മഹത്യ ചെയ്യലല്ല. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം, കുറച്ചൊക്കെ മനസ്സിലാക്കുക. പാരൻസും അങ്ങനെ തന്നെയാണ്.
ഫ്രണ്ട്ലി ആവണം, വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെ ചില ചില പാരൻസ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം അതിൽ പാരൻസിൻ്റെ തെറ്റാണത്. നിങ്ങൾ സ്കോൾഡ് ചീത്ത പറയുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ചില വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചില സാധനങ്ങൾ ഡെലിവർ ആവുന്നത്, നിങ്ങൾ ചിലപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല പറയുന്നത്, പക്ഷെ അത് ഡെലിവർ ആവുന്നത് വേറൊരു രീതിക്കായിരിക്കും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടികളെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ എന്താ പറയുക, ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നമ്മൾ തിന്നതിൻ്റെ കണക്ക്, പിന്നെ പഠിപ്പിച്ചതിൻ്റെ കണക്ക്, പോയതിൻ്റെ കണക്ക്, തന്നതിൻ്റെ കണക്കൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്ന പല ആൾക്കാരും ഉണ്ടാവും. അത് അരോചകമാണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്കൊക്കെ ഇപ്പം മനസ്സിലിങ്ങനെ തോന്നും, ശരി, ഇപ്പം ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ ഉണ്ടാക്കിയത്, എന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കേണ്ടത് നിങ്ങൾ കടമയാണ് അങ്ങനെ നമുക്ക് തോന്നും അല്ലേ? പിന്നെ ഒരു ഉപകാരത്തിനില്ലാത്തത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊരു ഉപകാരമില്ല, പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ കുടുംബത്തിൽ പോകാൻ പറ്റില്ല എന്നോ, ചിലപ്പോൾ എന്തെങ്കിലും കാര്യമായിരിക്കും. അത് നിങ്ങൾ പാരൻസിനോട് നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് പറയുന്നത് തന്നെ ആയിരിക്കാം, ഐ നോ. ബട്ട് സ്റ്റിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചില വാക്കുകളുണ്ട്. നമ്മൾ പറയില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയതും തിരിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അടി അടിച്ചു കഴിഞ്ഞാൽ ആ വേദന പോകുമായിരിക്കുമേ. പറഞ്ഞ കാര്യങ്ങളൊന്നും എപ്പോഴും അതിങ്ങനെ കിടക്കും. അത് പാരൻസ് എന്നല്ല, ആരായാലും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ദയവേത് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഫ്രണ്ട്ലി ഗുഡ് സൂപ്പർ കൂൾ അറ്റ്മോസ്ഫിയർ വീട്ടിലെപ്പോഴും കീപ്പ് ചെയ്യുക. കുട്ടികളോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഐഫോൺ, കാറ്, ആന, ചേന, തേങ്ങ എന്ന് പറയുന്ന സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് പിന്നെ പൈസ കഴിക്കുന്ന മരമൊന്നുമില്ലല്ലോ. ഉണ്ടോ? നട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടണം എന്നുണ്ടെന്ന് പണിക്ക് പോവുക, അല്ലാത്ത പണിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെന്ന് എന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കുക. എപ്പെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ട് കിട്ടും. നമ്മൾ പാരൻസ് അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം വാങ്ങിത്തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ മനസ്സിലതുണ്ടാവും. അത് എപ്പോഴെങ്കിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിത്തരും, ഞാൻ ഗ്യാരണ്ടി.